എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10ാം ക്ലാസ് തരം എന്നിവയിൽ ചോദിച്ചിട്ടുള്ള ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. ഓപ്ഷൻ എ വാവുവേലി, ഓപ്ഷൻ ബി സപ്തമി വേലി, ഓപ്ഷൻ സി വേലിയിറക്കം, ഓപ്ഷൻ ഡി മിശ്രിത വേലി. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. വാവുവേലിയാണ് ശരിയായ ഉത്തരം. 8ാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻസ് എ ആനമുടി, ബി ദോഡോബേട്ട, സി കാഞ്ചൻജംഗ, ഡി എവറസ്റ്റ്. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 9ാമത്തെ ചോദ്യം, ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഓപ്ഷൻ എ കരിമണ്ണ്, ബി എക്കൽ മണ്ണ്, സി വനമണ്ണ്, ഡി ലവണമണ്ണ്. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എക്കൽ മണ്ണ് ഖാദർ മണ്ണിൻ്റെ വകഭേദമാണ്. 10ാമത്തെ ചോദ്യം, അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമേത്? ഓപ്ഷൻസ് എ ഹൈഗ്രോമീറ്റർ, ബി അനിമോമീറ്റർ, സി വിൻഡ് വെയിൻ, ഡി തെർമോമീറ്റർ. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്ററാണ് അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം. 11ാമത്തെ ചോദ്യം, പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ പർവ്വതക്കാറ്റ്, ബി താഴ്വരക്കാറ്റ്, സി കടൽക്കാറ്റ്, ഡി കരക്കാറ്റ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, താഴ്വരക്കാറ്റ്. ഇനി നോക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. 7 മൊഹറോവിസിക് തുടർച്ചയില്ലായ്മയെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിൻ്റെയും മുകളിലെ മാൻറ്റിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. 2 ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ മാൻറ്റിലിനെയും പുറക്കാമ്പിനെയും ഇടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. 3 1909 എ മൊഹറോവിസിക്കാണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ാമത്തെയും പ്രസ്താവന മാത്രമാണ് ശരി. 8ാമത്തെ ചോദ്യം, യൂട്രിഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? 1 നദിയിലെ വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിൽ വർധനവ്. 2 നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവ്. 3 സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയാൽ മലിനമായ ജലം. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എ താപവൈദ്യുത നിലയങ്ങൾ ലിസ്റ്റ് ബി സംസ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 ചന്ദ്രപൂർ മഹാരാഷ്ട്ര, 2 ബനാസ് ഗുജറാത്ത്, 3 രാമഗുണ്ടം തെലങ്കാന, 4 ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. 10ാമത്തെ ചോദ്യം, കുമയോൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് 1 സിന്ധുവും നദിക്കും സത്ലജ് നദിക്കും ഇടയിൽ, 2 സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ, 3 കാളി ടിസ്റ്റ നദികൾക്കിടയിൽ, 4 ടിസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിൽ. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 മാത്രമാണ് ശരി. 11ാമത്തെ ചോദ്യം, തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? ഓപ്ഷൻ എ അരി, ബി മരച്ചീനി, സി ഗോതമ്പ്, ഡി കരിമ്പ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അരി ഗവേഷണമാണ് തൃശ്ശൂർ മണ്ണുത്തിയിലെ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് +2 ലെവലിൽ PSC ചോദിച്ച ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 7ാമത്തെ ചോദ്യം, ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
1. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. 2. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചെരിവിനെ സൂചിപ്പിക്കുന്നു. 3. ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ ഉള്ളിലേക്ക് പോകുന്തോറും അവയുടെ മൂല്യം കുറഞ്ഞുവരുന്നു. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 8ാമത്തെ ചോദ്യം കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏറ്റവും വലുത് മലനാട്, രണ്ടാമത്തെ വലുത് ഇടനാട്, ഏറ്റവും ചെറുത് തീരപ്രദേശം. 9ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. ഓപ്ഷൻ ബി. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഓപ്ഷൻ സി. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. ഓപ്ഷൻ ഡി. ഇന്ത്യയിലെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല എന്നുള്ളത് തെറ്റുത്തരമാണ്. കാരണം അത് പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതേത്? ഓപ്ഷൻസ് എ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓപ്ഷൻ ബി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഓപ്ഷൻ സി. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഓപ്ഷൻ ഡി. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 11ാമത്തെ ചോദ്യം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ വിളകളെയും ശരിയായി യോജിപ്പിക്കുക. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഖാരിഫ് നെല്ല് ചോളം. 2. റാബി ഗോതമ്പ് ബാർലി സെയ്ദ് തണ്ണിമത്തൻ പച്ചക്കറികൾ. ഇനി നമ്മൾ നോക്കുന്നത് കേരള PSC 10ാം ക്ലാസ് ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. 11ാമത്തെ ചോദ്യം ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. ഓപ്ഷൻ എ. തജിക്കിസ്ഥാൻ, ബി. മ്യാൻമർ, സി. അഫ്ഗാനിസ്ഥാൻ, ഡി. ഭൂട്ടാൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. തജിക്കിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്നത്, 26 കിലോമീറ്റർ. 12ാമത്തെ ചോദ്യം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഓപ്ഷൻ എ. ലിപ്പുലേക്ക്. ഓപ്ഷൻ ബി. ഷിപ്കില. ഓപ്ഷൻ സി. സോജില. ഓപ്ഷൻ ഡി. നാഥുല. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. ഷിപ്കില ചുരം. 13ാമത്തെ ചോദ്യം കാറക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. കാറക്കോറം പർവ്വതനിരയിലാണ് ഗോർഡൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. 2. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡൻ ഓസ്റ്റിനാണ്. 3. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. 14ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. നർമ്മദ നദി ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലോ മലനിരകളിൽ നിന്നാണ്. 2. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. 3. ഈ ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 15ാമത്തെ ചോദ്യം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പയിര് ഖനന മേഖല. ഓപ്ഷൻ എ. സുന്ദർഗഡ്. ഓപ്ഷൻ ബി. സിഗ്വം. ഓപ്ഷൻ സി. ഷിമോഗ. ഓപ്ഷൻ ഡി. നീലഗിരി. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. സുന്ദർഗഡ് ആണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പയിര് ഖനന മേഖല. 16ാമത്തെ ചോദ്യം ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. എ. ഗുജറാത്ത്, ബി. പശ്ചിമ ബംഗാൾ, സി. കേരളം, ഡി. ആന്ധ്രാപ്രദേശ്. ഉത്തരം ഓപ്ഷൻ സി. കേരളം. കൊല്ലം ടു കോട്ടപ്പുറം നാഷണൽ വാട്ടർ ഹൈവേ ആണത്.
17-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 17-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 18-ാമത്തെ ചോദ്യം മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. ഓപ്ഷൻ എ 146, ബി 149, സി 144, ഡി 140. 18-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 146. 20-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തതേത്? ഓപ്ഷൻ എ പുകയില, ബി കടുക്, സി പരുത്തി, ഡി ഗോതമ്പ്. ഉത്തരം ഓപ്ഷൻ സി പരുത്തി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ലെവലുള്ള എക്സാം തന്നെയാണ്. ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, നല്ല നല്ല ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC ചോദിച്ചു വരുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 6ാമത്തെ ചോദ്യം ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രീൻലാൻഡ്, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി മെക്സിക്കോ, ഓപ്ഷൻ ഡി ക്യൂബ. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഗ്രീൻലാൻഡ്. 7ാമത്തെ ചോദ്യം വിവിധതരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. 2. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. 3. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ് ശരി. 9ാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. 2. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 3. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. 10ാമത്തെ ചോദ്യം വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. 2. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. 3. ഭൂവിനിയോഗം, ധാതുസമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 11ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന ഭൂമിയിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. 2. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻറ്റിൽ സ്ഥിതി ചെയ്യുന്നു. 3. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നീ 3 പ്രസ്താവനകളും ശരിയായ ഉത്തരമാണ്. 11ാമത്തെ ചോദ്യം ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് എ ഹരിയാന, ബി ഗോവ, സി കാശ്മീർ, ഡി വെസ്റ്റ് ബംഗാൾ. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഗോവ. 12ാമത്തെ ചോദ്യം ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ബി ജമ്മു കാശ്മീർ, സി അരുണാചൽ പ്രദേശ്, ഡി സിക്കിം. ഉത്തരം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. 13ാമത്തെ ചോദ്യം ജയന്തിയ കുന്ന് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മിസോറാം, ബി ഗുജറാത്ത്, സി മേഘാലയ, ഡി ഉത്തർപ്രദേശ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മിസോറാം. മേഘാലയ. മേഘാലയയാണ് ശരിയായ ഉത്തരം. 19ാമത്തെ ചോദ്യം കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കേരളം, ബി തമിഴ്നാട്, സി മഹാരാഷ്ട്ര, ഡി ഹരിയാന. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കേരളത്തിലാണ് കാർഡമം കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്.
ഇരുപതാമത്തെ ചോദ്യം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ സിക്കിം, ബി ഹിമാചൽ പ്രദേശ്, സി കാശ്മീർ, ഡി ഉത്തരാഞ്ചൽ. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സിക്കിം. 23ാമത്തെ ചോദ്യം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനമേത്? എ കെയ്ബുൾ ലംജാവോ, ബി ഡച്ചിംഗാം, സി ദിബ്രു സൈഖോവ, ഡി ഹെമിസ്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കെയ്ബുൾ ലംജാവോ. മണിപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 25ാമത്തെ ചോദ്യം. മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. 2. വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. 3. ഛേദക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 1 മാത്രമാണ് ശരിയായ ഉത്തരം.